ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ദൈവം തരും, ഗാഡ് വിൽ പ്രൊവൈഡ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ തൻ്റെ ഏകജാതനെ ദൈവത്തിന് ബലിയർപ്പിക്കാനൊരുങ്ങുമ്പോൾ പിതാവായ അബ്രഹാമിനോട് ഇസഹാക്ക് ഇങ്ങനെ ചോദിക്കും, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? പിതാവ് ഇങ്ങനെ പറയും, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. യാഹ്വ ഈരെ. ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വചനഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലെ ഒരു പ്രത്യേകതയാണ് യേശുവിൻ്റെ ഞാൻ പറച്ചിലുകൾ. The 7 I am sayings of Jesus in the Gospel of John. യോഹന്നാൻ സുവിശേഷത്തിലെ ഈശോയുടെ ഈ ഞാൻ പറച്ചിലുകളിൽ ഏറ്റവും ആദ്യത്തേതാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. വിശപ്പും ദാഹവും ആണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്യന്തികവും ആദ്യത്തേതുമായ വികാരം. ഫുഡ് ഈസ് എ മോസ്റ്റ് ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻ. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും ഓരോ ജീവൻ്റെയും ആദ്യത്തെ വിളി വിശപ്പിൻ്റേതാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വിശ്വാസികളായ ഓരോ മനുഷ്യാത്മാവിൻ്റെയും വിശപ്പും ദാഹവും ദൈവത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാവണം ഈശോ തനിക്ക് മുമ്പിൽ വന്ന ജനക്കൂട്ടത്തോട് ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പ്രഘോഷിച്ചത്. എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഭൂമിയിൽ വിശപ്പും ദാഹവും തരുന്ന തൃപ്തി ദൈവിക പരിപാലനയുടെ ആദ്യത്തെ അടയാളമാണ്. നാടൻ ഭാഷാപ്രയോഗത്തിൽ വാകീറിയ ദൈവം അതിനുള്ള വകയും തരും എന്ന ഒരു ചൊല്ലുണ്ട്. ഈ ചൊല്ല് അന്വർത്ഥമാക്കുന്നത് കടുത്ത ദൈവാശ്രയബോധത്തെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനഭാഗങ്ങളിൽ നാം ഈ ദൈവപരിപാലനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഓരോ മനുഷ്യജീവനെയും എത്ര കണ്ട് പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് അസന്ദിഗ്ധമായി ഈ വചനഭാഗം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാവണം ഉൽപ്പത്തിയുടെ 22-ാം അധ്യായത്തിൽ തൻ്റെ ഏകജാതനായ ഇസഹാക്കിന് പകരം ബലിക്കുള്ള ആടിനെ നൽകിയ സ്ഥലത്തിന് അബ്രഹാം യാഹ്വ ഈരെ എന്ന പേര് നൽകിയത്. അതിനർത്ഥം ഗാഡ് വിൽ പ്രൊവൈഡ്. ഇതിനോട് ചുവട് പിടിച്ചുകൊണ്ട് ഏതൊരു വിശ്വാസിക്കും കുറച്ചുകൂടി പ്രത്യാശ നൽകുന്ന വചനമാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ഐ ആം സേയിങ്സിൽ ഒന്നായ ഞാനാണ് ജീവൻ്റെ അപ്പം, ഐ ആം ദ ലിവിങ് ബ്രെഡ്. സുവിശേഷകൻ ഈശോയെ ഈ വചനത്തിൽ ജീവൻ്റെ അപ്പമായി ജനക്കൂട്ടത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അത് തങ്ങളുടെ അടിസ്ഥാനപരമായ വിശപ്പിനും ദാഹത്തിനുമപ്പുറം എല്ലാം നൽകുന്ന ദൈവപരിപാലനയുടെ അടയാളം കൂടിയാണ് യേശു എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന ഒന്നാണ്. ഈ ദൈവപരിപാലനയുടെ അടിസ്ഥാനം ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇപ്രകാരം കുറിക്കുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പ്രകാരം പറയുന്നുണ്ട്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെടുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവപരിപാലന അനുഭവിച്ചറിയാൻ ജീവൻ്റെ അപ്പമായ ഈശോയിൽ വിശ്വസിക്കുക. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനം കൂടിയാണത്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന ഈശോയുടെ പറച്ചിൽ ഒരേ സമയം ഒരു ബോധ്യവും ഒരു ക്ഷണവുമാണ്. ഇറ്റ്സ് എ റിയലൈസേഷൻ ആൻഡ് ആൻ ഇൻവിറ്റേഷൻ അറ്റ് ദ സെയിം ടൈം. ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യവും ദൈവപരിപാലനയിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ള ഒരു ക്ഷണവും കൂടിയാണിത്. ഒരു മനുഷ്യൻ്റെ ആത്യന്തികവും അടിസ്ഥാനപരവുമായ ആവശ്യം ഭക്ഷണവും പാനീയവും, അതായത് വിശപ്പും ദാഹവുമാണ് എന്ന തിരിച്ചറിവുള്ള ഒരു ദൈവത്തിനെ അവന് നൽകുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ദൈവത്തിനെ
ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന ബോധ്യത്തോടെ പറയാൻ സാധിക്കുകയുള്ളൂ. ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് തിബേരിയസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ട ഗുരു ആദ്യം ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കാൻ എന്തുണ്ട് എന്നാണ്. അപരൻ്റെ വിശപ്പും ദാഹവും ആവശ്യങ്ങളും മനസ്സിലാക്കുന്നവനെ അവന് അന്നമായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിനവും പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് അന്നമായി മാറുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ഉറപ്പ്. ദൈവം തരും. ഗാഡ് വിൽ പ്രൊവൈഡ്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന യേശുവിൻ്റെ പറച്ചിൽ തികഞ്ഞ ദൈവാശ്രയ ബോധ്യത്തിലേക്കുള്ള ഒരു ചുവടാണ്. വിശ്വാസത്തോടെ ഈ ജീവൻ്റെ അപ്പത്തെ സമീപിക്കുമെന്നവന് എല്ലാ ദിനങ്ങളും സംതൃപ്തിയുടേതാണ്. വാകീറിയ ദൈവം അതിനുള്ള വകയും തരും. ദൈവം അനുഗ്രഹിക്കട്ടെ.